പൊടി വേപ്പും പിണ്ണാക്ക്, പിന്നെ കുറച്ച് വെണ്ണീര് കൂടി ഇടാം. കുറച്ച് വെണ്ണീര് കൂടി ഇട്ടു, അത് കിട്ടും. അത്രയും ഉണ്ട്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ കുഴക്കുക. ഞാൻ പൊതിർത്ത് വെച്ചതാണ്, നേരത്തെ കുഴച്ച് വെച്ചതാണിത്. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇതിങ്ങനെ നല്ലപോലെ കൂട്ടി കുഴച്ച് വെക്കുക. ഇതാണ് ചകിരിച്ചോറ്. ഇത് എന്തെല്ലാമെന്ന് വെച്ചാൽ ചകിരിച്ചോറ്, കുമ്മായം, എല്ലുപൊടി, പിന്നെ വേപ്പും പിണ്ണാക്ക്, പിന്നെ കാലിവളം, പിന്നെ കുറച്ച് ചാരം, ഇതെല്ലാം കൂടി ഇട്ടിട്ട് കുഴച്ചിട്ടാണ്. ഇതെല്ലാം കൂടിയാണ് ഇതിൽക്കൂടെ ആക്കിയിട്ട് ഇനിയിപ്പോൾ ഇത് വാരി ചാക്കിൽ ഗ്രോ ബാഗിൽ നിറക്കട്ടെ. ഇഞ്ചി നടാൻ വേണ്ടിയിട്ട് ഇഞ്ചി വിത്ത് നടലാം. ഇത് ഇഞ്ചി വിത്ത്, ഇത് ഇഞ്ചി വിത്ത് മുളപ്പിച്ചതാണ്. ഇഞ്ചി വിത്ത് മുളപ്പിച്ച ഇഞ്ചി വിത്തായത് അല്ല. ഇത് ഞാൻ ഗ്രോ ബാഗിലേക്ക് നടാൻ വേണ്ടിയിട്ട് പോകുന്നതിന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് വാരി നിറക്കട്ടെ. ഇതൊരു പകുതി പോലെ വാരി നിറക്കുക. ഇതെല്ലാം കൂടി കുഴച്ച് നല്ല വൃത്തിയിൽ നനച്ച് കുറച്ച് കഴിഞ്ഞ പ്രാവശ്യം പഴയ ചകിരിച്ചോറും ഉണ്ടായിരുന്നു, നട്ട ചകിരിച്ചോറും കുറച്ച് പുതിയ ചകിരിച്ചോറും കൂടി ഇട്ടിട്ടാണ് ഇപ്പം ഇത് നനയ്ക്കാനാക്കിയിട്ടുള്ളത്. ഇതിൽക്കൂടെ നറക്കാനാക്കിയിട്ടുള്ളത്. ഇത് എന്താ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് ഇട്ട് നടുന്നത് കാണിച്ചു തരുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പം ഇതിടാൻ കാരണം. എന്നാൽ അവർ കണ്ടോട്ട് ഇങ്ങനെയാണ് ചകിരിച്ചോറ് ഇഞ്ചി വരുന്നത്. എന്താ ഇത് എല്ലാവരും ഇനിയിപ്പോൾ ഇത് മഞ്ഞൾ നട, ചേമ്പ് നട, എല്ലാ സാധനവും നമുക്ക് നടുന്നതിന് ഒരു കുഴപ്പമില്ല. ഇപ്പം തൽക്കാലം നിറച്ചൊന്നും വേണ്ട, ഒരു അര പോലെ ഇട്ടാൽ മതി. കുറച്ച് കഴിയുമ്പോൾ ആദ്യം നമ്മൾ മുളച്ച് വരുന്ന കുറച്ച് കഴിയുമ്പോൾ കുറച്ച് കൈവെള്ളം കൊടുക്കുമ്പോൾ വളം കൊടുക്കണം. ഇനി കുറച്ച് കഴിയുമ്പോൾ ആദ്യം കുറച്ചും കൂടി ഇട്ട് കൊടുക്കണം, എന്നാൽ മാത്രമേ വണ്ണം വെക്കുള്ളൂ. അതുകൊണ്ട് ഇപ്പം കുറച്ചേ ഇടുന്നില്ലൂ.